നമസ്കാരം. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയതായിട്ടുള്ള ആശയം അവലംബിക്കുവാനും പ്രാവർത്തികമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. എന്നാൽ നിശ്ചിതമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളാണ്. അതിൽ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ച് ജൂൺ മാസത്തിന് ശേഷം അത്ര തന്നെ നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിഹഗവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. 3 മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഏറ്റെടുക്കുവാനും അവലംബിക്കാനും ഇടവരും. കഴിഞ്ഞ വർഷം 2025 രണ്ടാമത്തെ പകുതിയിൽ തുടങ്ങി വെച്ചതായിട്ടുള്ള കൃഷി രീതികൾക്ക് ഈ 2-3 മാസങ്ങൾ ആയിട്ട് വിളവെടുപ്പ് വന്നു ചേരുവാനും ആശ്വാസകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ചികിത്സ ഫലിക്കുന്നത് വഴി യാത്രകളും ചർച്ചകളും പുനരാരംഭിക്കാനിടവരും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഏപ്രിൽ മെയ് മാസത്തോടുകൂടി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തീരുമാനിക്കും. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. വിധിയെ കുറ്റം പറയാതെ വന്നു ചേരുന്ന ബുദ്ധിമുട്ടുകളെ വളരെ നല്ല നിലയിൽ അതിജീവിക്കുവാനും വളരെ യുക്തിപൂർവമുള്ള സമീപനത്താൽ അതിനെ അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പരിമിതികൾക്കനുസരിച്ച് ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ഒരുപക്ഷെ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട് എന്ന് മാത്രമല്ല, മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനും ഇടയുണ്ട്. എല്ലാ മേഖലകളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഈ സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിലും വേണം എന്ന തോന്നലുകൾക്ക് ഒരു പ്രാധാന്യം ഉണ്ടാകുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വിദേശത്ത് താമസിക്കുന്നവർക്ക് കഴിഞ്ഞ 7-8 മാസമായിട്ട് സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകളൊക്കെ അല്ലെങ്കിൽ അതിനുവേണ്ടി അനുമതികളൊക്കെ ലഭിക്കും എന്ന ധാരണയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പല സാഹചര്യങ്ങളെ കൊണ്ട് നീണ്ടുപോയി. ഈ ഒരു മാസത്തിൽ അനുമതി ലഭിക്കുവാൻ ഇടയുണ്ട്. 2028 പൂർത്തീകരിക്കുന്ന പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. നിഷ്ക്രിയരായ ചില ജോലിക്കാരെ പിരിച്ചുവിട്ട് ഉത്സാഹികളായി അവരെ നിയമിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പല വിധത്തിലുള്ള ആരോപണങ്ങൾ വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും അതിജീവനത്തിൻ്റെ പാതയിൽ പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ പണം മുതൽ മുടക്കി വിപുലീകരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലം പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ ഒരുപക്ഷെ സ്ഥാപനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ തീരുമാനിക്കും. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനും കൃത്യമായിട്ടുള്ള അതിനൊരു ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനും സാധിക്കുന്നതുമാണ്. ഉദര നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും പ്രകൃതി ഭക്ഷണ രീതി അവലംബിക്കുവാനും ഇടവരും. പരീക്ഷയിൽ കൃത്യമായുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് മറ്റൊരു ഗൃഹം വാങ്ങിക്കുന്നതിനെപ്പറ്റി ആലോചിക്കുമെങ്കിലും അതിനൊരു മുൻതൂക്കം പല കാര്യങ്ങളിലും കുടുംബാംഗങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് എല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കും. സഹായ സ്ഥാനത്തുള്ളവരിൽ നിന്നും വിപരീത പ്രതികരണങ്ങൾ വന്നു ചേരുന്നത് വഴി മനസ്സിന് വിഷമം തോന്നുവാൻ ഇടയുണ്ട്. നഷ്ടസാധ്യതകളെ വിലയിരുത്തി സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാൻ തീരുമാനിക്കും. ഗുരുതര അവസ്ഥയിലുള്ള ബന്ധുമിത്രാദികളെ കാണുവാനും സാമ്പത്തികമായുള്ള സഹായങ്ങൾ നൽകുവാനും ഇടവരും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടപ്പെട്ട സഹായം ചെയ്തു കൊടുക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്.
നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ടതായുള്ള കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും അർത്ഥപൂർണമായുള്ള ആശയങ്ങൾ അവലംബിച്ചും കൊണ്ട് ലക്ഷ്യപ്രാപ്തി നേടുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് ഇനിയും പരിശീലനമുണ്ടെങ്കിൽ മാത്രമേ വിജയ സാധ്യതകളുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ക്രിയാത്മകമായിട്ട് തന്നെ പരിശീലനത്തിന് തുടക്കം കുറിക്കാനിടവരും. വസ്തുതർക്കം പരിഹരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സഹപാഠികളെ കാണുവാനും, അതായത് വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും, ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും, അവർ ചെയ്യുന്ന ജോലിയുടെ ഒരു ഉപവിഭാഗം അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും, ക്രിയാത്മകമായിട്ട് ജോലി കിട്ടും എന്ന ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. വേറെ ചിലർക്ക് വിദേശ ഭാഷ പഠിക്കുവാനും വികസിത രാഷ്ട്രത്തിൽ ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ തക്കവണ്ണം വിദേശ ഭാഷ പഠിക്കുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. പലപ്പോഴും ഉത്തരവാദിത്വങ്ങൾ അത് വളരെ ബുദ്ധിമുട്ടുകളുണ്ടാവുമോ എന്ന തോന്നലുകളോടുകൂടി ചിലതെല്ലാം മറ്റുള്ളവരെ ഏൽപ്പിക്കണമോ എന്ന ധാരണയുണ്ടെങ്കിൽ പോലും മേലധികാരികളുടെ പ്രത്യേക പരിഗണനയിലും ശ്രദ്ധയിലും മേലധികാരിയെ സഹായിക്കുന്നത് വഴി ആശ്വാസകരമായിട്ടും ആത്മവിശ്വാസത്തോടുകൂടിയും പ്രവർത്തിക്കാൻ തീരുമാനിക്കുവാനും പൂരോരുട്ടാതി നക്ഷത്രം ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗമുണ്ട്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പള വർധനവ് ലഭിക്കുവാനും ഇടയുള്ളതിനാൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും എന്ന് മാത്രമല്ല, ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള കടം അത് ഗഡുക്കളായിട്ട് കൊടുത്തു തീർക്കുവാനുള്ള സാഹചര്യങ്ങൾക്ക് പോലും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനോ പദ്ധതികളെ ഏറ്റെടുക്കുവാനോ പാഠ്യപദ്ധതിക്ക് ചേരുവാനോ ഉള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. നിലവിലുള്ള ജോലിയിൽ ഇരുന്നും കൊണ്ട് ഭാവിയിലേക്ക് ഇനിയും ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതികൾക്ക് ചേരുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിച്ചും കൊണ്ട് ആശ്വാസകരമായിട്ട് തന്നെ എല്ലാ സമീപനത്തിലും സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. മേലധികാരി ചെയ്തു വച്ചതായിട്ടുള്ള പല അബദ്ധങ്ങളും തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് 6 മാസം പ്രയത്നിച്ചാലേ അത് ഗുണകരമായി തീരുകയുള്ളൂ, അതൊരു ലക്ഷ്യപ്രാപ്തിയിലെത്തുകയുള്ളൂ എന്ന ധാരണ പോലും ഉടമസ്ഥരെ രേഖാപരമായിട്ട് ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കലാ, കായികം, സാഹിത്യം എന്നീ മത്സരങ്ങളിൽ പ്രാരംഭത്തിൽ ചില ബുദ്ധിമുട്ടുകളും ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടെങ്കിൽ പോലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഇതിലെല്ലാം വിജയം കൈവരിക്കാനിടവരും. പരീക്ഷയിൽ കൃത്യമായുള്ള രീതിയിൽ എഴുതുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന ഭൂമി വിൽപ്പനയ്ക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടവരും. ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തിക്കുന്ന പല ജോലിക്കാരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാനിടവരും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. മാതാപിതാക്കളുടെ നിർബന്ധത്താൽ ഓണക്കാലത്തിനോടനുബന്ധമായി ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തക്കവണ്ണം ഈ മരാമത്ത് പണികൾ ദ്രുതഗതിയിലാക്കുവാൻ വേണ്ടപ്പെട്ടതായുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനിടവരും. നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടവരും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓഗസ്റ്റ് മാസം മുതൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ
കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി തന്നെ ഈ മാസത്തിൽ തന്നെ അതിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും കഴിഞ്ഞ 3-4 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന പല കാര്യങ്ങളിലും അന്തിമ രൂപരേഖകൾ തയ്യാറാക്കുകയും അതിൻ്റെ അന്തിമ രൂപം എന്നുള്ള നിലയിൽ സമർപ്പിക്കാൻ തയ്യാറാകുമെങ്കിൽ പോലും ജൂൺ മാസത്തിന് ശേഷം മതി എന്ന ധാരണയോടുകൂടി തന്നെ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഏപ്രിൽ മെയ് മാസകാലങ്ങളിൽ സകുടുംബം പുണ്യതീർത്ഥയാത്രകൾക്ക് തയ്യാറാകുവാനിടവരും. പ്രകൃതി ഭക്ഷണ രീതി അവലംബിക്കുന്നത് വഴി സാംക്രമിക രോഗങ്ങളെയും മൂത്രാശയ രോഗപീഠകളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനും അവരോടൊപ്പം അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ട് യാത്ര പുറപ്പെടുവാനും സാധ്യതയുണ്ട്. അനന്ത സാധ്യതയുള്ള കർമ്മമണ്ഡലങ്ങളെപ്പറ്റി വിലയിരുത്തി പുതിയതായുള്ള ആശയങ്ങൾ അവലംബിക്കാനിടവരും. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെയും ഗുരുകാരണവന്മാരുടെയും അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കാനിടയുണ്ട്. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ സമാധാനത്തിന് യോഗം കാണുന്നു. വ്യക്തിപ്രഭാവത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും സാധ്യത കാണുന്നതുമുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള പരിശീലനത്തിന്, അതായത് മുമ്പ് പരിശീലനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രവർത്തിച്ചിരുന്നു എങ്കിൽ പോലും പരിശീലനക്കുറവ് കൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ ഇടവരും. ദേഹക്ഷീണത്താൽ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ 1-2 ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. ഒരുപക്ഷെ നീക്കിയിരിപ്പ് വന്നു ചേരുകയും ജീവിത നിലവാരം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വാഹനം മാറ്റി വാങ്ങുവാൻ സാധ്യതയുണ്ട്. ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരിൽ നിന്നും പ്രത്യുപകാരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും പ്രത്യേകിച്ചും പുതിയ തലമുറയുള്ളവർക്ക് ഈ വിജ്ഞാനത്തെ പകർന്നു കൊടുക്കുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഗുണകരമായി തീരും. പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് വഴി അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാൻ തീരുമാനിക്കും. സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപന ശൈലിയും എല്ലാ കാര്യങ്ങളിലും നന്മ കണ്ടുകൊണ്ടുള്ള പ്രവർത്തന വീക്ഷണവും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്കും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ആത്മപ്രഭാവത്താൽ ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം, ഭാവിയിലേക്ക് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാനും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗമുണ്ട്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ഉദ്ദേശിക്കുന്ന ഭൂമി വിൽപ്പനയ്ക്ക് അനുകൂലമായ ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി പ്രാഥമിക സംഖ്യ വാങ്ങി കരാർ എഴുതുവാൻ അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച പോലെ തന്നെ പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് തീർത്തും അവിചാരിതമായിട്ട് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ചും കൊണ്ട് ആ കാലയളവിൽ മാതാപിതാക്കളെ വികസിത രാഷ്ട്രത്തിലേക്ക് മാസങ്ങളോളം താമസിക്കാൻ കൊണ്ടുപോകാൻ തീരുമാനിക്കും. ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിൽ നിന്നും നേട്ടം വളരെ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു നിയന്ത്രണത്തോടു കൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പല അവസരങ്ങളും നഷ്ടപ്പെട്ടിരുന്നു എന്ന തോന്നലുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും
ചിലതിൽ നിന്നെല്ലാം തന്നെ പരാജയം ഉണ്ടാകുമായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും ആ ഒരു മാനസികമായിട്ട് വ്യാപാരം എന്ന ത്വര ഉള്ളതിനാൽ ജൂൺ മാസത്തിന് ശേഷം വളരെ ക്രിയാത്മകമായിട്ടുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളൊക്കെ തുടക്കം കുറിക്കാൻ തീരുമാനിക്കാനും ഒരുപക്ഷെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിരിക്കാം, പ്രാദേശികമായിട്ട് ആവശ്യമുള്ളതായിരിക്കാം, അതല്ല മറ്റു ചിലർക്ക് ആധുനിക പ്രചരണ രീതികൾ അവലംബിച്ചുകൊണ്ട് ആയിരിക്കാം. എന്തായാലും വളരെ ക്രിയാത്മകമായിട്ട് തന്നെ ചിന്തിക്കുവാനും പ്രവർത്തിക്കാനും മാർച്ച് മാസത്തിൽ തന്നെ അവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. കഴിവും അറിവും അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴിയും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത് വഴിയും ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. യുവതലമുറയിലുള്ളവരുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങൾ പ്രസ്ഥാനത്തിന് ഗുണകരമാകും വിധത്തിൽ അവലംബിക്കാനിടവരും. നന്മ തിന്മകളെ വേർതിരിച്ചറിഞ്ഞ് അതിലെ വളരെ യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ മേലധികാരി ഏൽപ്പിച്ചതായുള്ള പദ്ധതികളെല്ലാം തന്നെ ഈ മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കുവാനും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിനാൽ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ വഴിയൊരുക്കും. പാരമ്പര്യ വിജ്ഞാനം, പ്രവൃത്തി പരിചയം, അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം, ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസുകൾ, ശാസ്ത്രത്തിൻ്റെ മഹത്വം എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കാൻ ഇടയുണ്ട്. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. നൂതന സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉദ്ദേശിച്ച സ്ഥാനക്കയറ്റത്തോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കും. അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാൻ അവസരം വന്നു ചേരും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാൻ ഇടവരും. സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാനിടവരും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. പുരോഗതിയില്ലാത്ത കർമ്മമണ്ഡലങ്ങൾ നിർത്തലാക്കി വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. സ്വഭാവവിശേഷത്താൽ വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാനിടവരും. മഹത് വ്യക്തികളുടെ വിജ്ഞാനം സ്വയമേവ ആർജിച്ചും കൊണ്ടും അവരെ പ്രവൃത്തി പരിചയം വിലയിരുത്തിയും ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ട് പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെപ്പോലും അതിജീവിക്കാൻ സാധ്യതയുണ്ട്. കുടുംബ ജീവിതത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും. ജീവിത പങ്കാളിക്ക് ജൂണിന് ശേഷം പാഠ്യപദ്ധതികളെല്ലാം പൂർത്തീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഉയർന്ന തസ്തികയോടുകൂടിയതായിട്ടുള്ള ജോലി ലഭിക്കും എന്ന ധാരണയോടുകൂടി തന്നെ സ്വയം പല ജോലികൾക്കും അപേക്ഷിക്കുന്നതിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുവാൻ സാധ്യതയുണ്ട്. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് നിയമസഹായം തേടും. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം വേണ്ട വിധത്തിൽ പരിഹരിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും. നിബന്ധനകൾക്ക് വിധേയമായി പല പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാനിടവരുമെങ്കിൽ പോലും എല്ലാം മാർച്ച് മാസത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധ്യതയുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ അവസരമുണ്ടാകും. സ്വാശ്രയ ജീവിതം ഒഴിവാക്കി ജൂൺ മാസത്തിന് ശേഷം സ്വതന്ത്രമായി പ്രവർത്തിക്കാനും പ്രയത്നിക്കാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സഹപാഠികളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുമെങ്കിലും അമിത വേഗതയുള്ള വാഹനോപയോഗം, ഉറക്കമൊഴിച്ചുള്ള വാഹനോപയോഗം എന്നിവ തീർത്തും ഒഴിവാക്കേണ്ടതാണ്. പലവിധത്തിലുള്ള സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും
എല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അറിവും അവസരങ്ങളും രേവതി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. നമസ്കാരം.